ക്രിസ്മസ് ആഘോഷങ്ങളോടനുബന്ധിച്ച് കടലിനുള്ളിൽ ഒരുക്കിയ ക്രിസ്മസ് ട്രീ ശ്രദ്ധേയമാകുന്നു. തിരുവനന്തപുരം കഠിനംകുളം മര്യനാട് കടലിലാണ് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് കൂറ്റൻ ക്രിസ്മസ് ട്രീ ഒരുക്കിയത്. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായാണ് മര്യനാട്ടിലെ ഒരു കൂട്ടം യുവാക്കൾ കടലിൽ ക്രിസ്മസ് ട്രീ ഒരുക്കിയത്. തീരത്ത് നിന്നും 500 മീറ്റർ അകലെ കടലിൽ വർണ്ണാഭമായ ലൈറ്റുകൾ ചേർത്ത് ക്രിസ്മസ് ട്രീയും അതിനോടൊപ്പം ചെറു പുൽക്കൂടുമാണ് സ്ഥാപിച്ചത്. കടലിൽ അലൂമിനിയം ഫ്രെയിമിൽ ഡ്രമ്മുകളും മറ്റും കൂട്ടിച്ചേർത്തും ചാക്കിൽ മണൽ നിറച്ചും സ്ഥാപിച്ച പ്രതലത്തിൽ 20 അടിയോളം ഉയരമുള്ള ദീപാലങ്കൃത ക്രിസ്മസ് ട്രീയും പുൽക്കൂടുമാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. വൈദ്യുതിക്കായി ജനറേറ്ററും ഒഴുക്കിൽപ്പെടുന്നത് തടയുന്നതിനായി നങ്കൂരവും ഉപയോഗിച്ചാണ് ക്രിസ്മസ് ട്രീയുടെ നിർമ്മാണം. ഏകദേശം 3 ലക്ഷത്തോളം രൂപ ചെലവിലാണ് മത്സ്യത്തൊഴിലാളികളായ 25ഓളം യുവാക്കളുടെ കൂട്ടായ്മ ഒഴിവു സമയങ്ങളിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 3 മാസത്തോളം എടുത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. നാട്ടുകാരുടെയും മര്യനാട് ഇടവകയുടെയും സഹായങ്ങളും ഇവർക്ക് ലഭ്യമായി. ഇതിൽ 99% പിള്ളേരും പണിക്ക് പോയിട്ട് രാത്രി പണിക്ക് പോയിട്ട് വരുന്നതാണ്. ഇതിൽ ഇവര് രാത്രി പോയിട്ട് വന്നിട്ട് ഉറങ്ങാതെ തിരിച്ച് വൈകുന്നേരം വരെ ഇവർ ഈ ജോലികളായിരിക്കും. എന്നിട്ട് വൈകുന്നേരം ഈവനിങ് ആകുമ്പോൾ വീണ്ടും പണിക്ക് പോകും, ഉറങ്ങാതെ വീണ്ടും പണിക്ക് പോകും. തിരിച്ച് ഇത് പൂർത്തിയാക്കാൻ ഒരു 3 മാസം വരെ കഷ്ടപ്പാടായിരുന്നു. 3000, 3500, 4000, 5000 ഇട്ടവരുണ്ട്. അപ്പോൾ അത് നിൽക്കാത്തത് കൊണ്ടാണ് ഇവിടെ മത്സ്യത്തൊഴിലാളി പിന്നെ നാട്ടുകാരോട് സഹായിച്ചാണ് ചെയ്തത് കൂടി. എന്നിട്ട് വീണ്ടും നിൽക്കാതെ വന്നതുകൊണ്ടാണ് പള്ളിയിൽ അറിയിച്ച് അവർ കുറച്ച് ഫണ്ട് തന്ന് അതിനുശേഷം ഒന്നുകൂടെ സെറ്റ് ചെയ്തത്. മര്യനാട് മച്ചാൻസ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ജില്ലയിലെ പ്രമുഖ LED ലൈറ്റുകൾ വിപണനം നടത്തുന്ന ലിബ LED ലൈറ്റുകളിൽ നിന്നും ഹോൾസെയിൽ വിലയ്ക്ക് വാങ്ങിയ LED ലൈറ്റുകൾ ഉപയോഗിച്ചാണ് ക്രിസ്മസ് ട്രീയെയും പുൽക്കൂട്ടിനെയും മനോഹരമാക്കിയത്. സ്റ്റാറുകളും LED ലൈറ്റുകളും കൊണ്ട് കരയിലും ഇവർ വിസ്മയം തീർത്തിട്ടുണ്ട്. ചെയ്യാനായിട്ടുള്ള 2-3 മാസം എടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിച്ച് എല്ലാവരും. എന്നാൽ വൈമാരൊക്കെ എല്ലാവർക്കും ഒരു നന്ദി പറയണം. നമുക്ക് എന്തായാലും ആ ഒരു മഴയായിരുന്നാലും ആ വെയിലായിരുന്നാലും എന്ന് നോക്കിയില്ലായിരുന്നു. അല്ല, അതനുസരിച്ച് എല്ലാവരും സഹകരിച്ച് ആ ഒത്തൊരുമ കിട്ടിയതുകൊണ്ടാണ് നമുക്ക് എല്ലാവരും കറക്റ്റായിട്ട് ഇതൊന്ന് ചെയ്ത് ഇറക്കാൻ പറ്റിയത്. അതിലെല്ലാവർക്കും ഒരു നന്ദിയുണ്ട്. നമുക്ക് വൈമാറുകളായിരുന്നു. നമുക്ക് 3 ലക്ഷം രൂപ നമുക്കിപ്പോൾ ഒരു തുകയായി. അടുത്ത വർഷവും ഇതിനേക്കാളും ബെറ്ററായിട്ട് ചെയ്യുന്നുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യും. അടുത്ത വർഷമല്ല, ഓരോ വർഷം കഴിയും തോറും നമ്മൾ ഇതിനേക്കാളും ബെറ്ററായിട്ടൊന്നും ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. അതിനുള്ള ഐഡിയയൊക്കെ എല്ലാവരും പൈമാരത്തുണ്ട്. തുക നമ്മളെ കണ്ടെത്തി പറയുമ്പം ഏകദേശം നമ്മളെ പൈമാർ തന്നെയാണ് ആദ്യം ചേർത്ത് തുടങ്ങിയത്. പിന്നെ അത് കയ്യിലൊക്കെ നമുക്ക് കുറച്ച് കാശിൻ്റെയൊക്കെ ഷോർട്ടേജ് വന്നുകൊണ്ടാണ് ഏകദേശം നമ്മുടെ പള്ളിയിലും പിന്നെ നമ്മുടെ മത്സ്യത്തൊഴിലാളി ആൾക്കാരും അവരൊക്കെ എല്ലാം സഹായിച്ച് പിന്നെ നമ്മുടെ പള്ളിയിൽ നിന്ന് നമുക്ക് ഫണ്ട് തന്നായിരുന്നു. അങ്ങനെയാണ് ഏകദേശം ഇപ്പം നമുക്ക് പൂർത്തിയായത്. ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു പ്രതിഫലം നമുക്ക് രൂപീകരിച്ച് നമ്മൾ അത് തന്നെ വലിയ സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും. ഇപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു നിർമ്മാണത്തിന് ആശയം ലഭിച്ചതെന്ന് ഇവർ പറഞ്ഞു. കടലിൽ തീർത്ത വിസ്മയം കാണുവാനായി നിരവധി പേരാണ് നിത്യവും മര്യനാട്ടേക്ക് എത്തുന്നത്. ന്യൂസ് ഡെസ്ക്, തലസ്ഥാന വാർത്തകൾ, കഠിനംകുളം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് We are Eurofare Education Overseas Consultants. Also, we provide IELTS and spoken English classes for our clients. For more details, contact us. Eurofare Education Overseas, Attikal.
അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.